ഞാൻ ഡോക്ടർ MP മണി. കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് അനാരോഗ്യകരമായ ഒരുപാട് പ്രവണതകൾ കടന്നുകൂടിയിട്ടുണ്ട്. ജനങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ അസ്വസ്ഥരാണ്, ആശങ്കാകുലരാണ്. ഒരുപാട് ഉത്കണ്ഠകളുണ്ട് അവരുടെ മനസ്സിൽ. ഞാൻ ഇന്നലെ മിനിയൊന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. മുരിങ്ങവേരിൻ്റെ തൊലി കഷായം വെച്ച് കുടിച്ചാൽ കരൾ രോഗങ്ങളും പ്ലീഹയിലുണ്ടാകുന്ന രോഗങ്ങളും കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയുന്നതാണ് എന്ന് നാട്ടറിവുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന കമൻറ്റുകൾ ബഹുരസമായിരുന്നു. കരൾ പോയി കിട്ടും, കരൾ രോഗങ്ങൾ കൂടും, കരൾ നശിക്കും, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നു. എന്തുദ്ദേശത്തിലാണ് എഴുതുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ എഴുതുന്നെങ്കിൽ അവർ വീട്ടിൽ മുരിങ്ങയുടെ കറി വെക്കാൻ പാടില്ല, തോരൻ വെക്കാൻ പാടില്ല. കാരണം അവിടെ ഈ ആൽക്കലോയിഡുകളും ഈ രാസവസ്തുക്കളും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ എന്താ പറയണമെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാലത്ത് ഞാൻ ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളടക്കം പലരും MBBS ഡോക്ടർമാരുടെ അടുത്ത് പോയി സംശയം ചോദിക്കുമായിരുന്നു. അവരത് വളരെ വൃത്തിയായി പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു, വളരെ മനോഹരമായിട്ട്. അപ്പോൾ അന്ന് ഇങ്ങനൊരു അസൂയയുടെയോ പിന്നെ പരദോഷത്തിൻ്റെയോ കാലമില്ലായിരുന്നു. അന്ന് എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞിരുന്നത്. പഴയ മെഡിക്കൽ കോളേജ് അധ്യാപകർ പലരും എഴുതിയ പുസ്തകങ്ങളുണ്ട് ഈ സമഗ്ര വൈദ്യം വേണം, സമഗ്ര ചികിത്സ വേണം ആവശ്യപ്പെട്ടിട്ട്. പ്രസിദ്ധ ക്യാൻസർ ചികിത്സാ വിദഗ്ധനും കോട്ടയം മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ CP മാത്യു സാർ സമഗ്ര ചികിത്സയാണ് അദ്ദേഹത്തിൻ്റെ രോഗികളിൽ ചെയ്തിരുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ഹോമിയോപ്പതിയും സിദ്ധവൈദ്യം ആയുർവേദവും ചേർത്താണ് അദ്ദേഹം ചികിത്സിച്ചിരുന്നത്. അതിൻ്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 1970-71 തോന്നുന്നു. ഞാനൊരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഷൊർണൂർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മാനസിക രോഗങ്ങളെക്കുറിച്ച് ഒരു സെമിനാർ വെച്ച് ഞങ്ങളുടെ ഷൊർണൂർ ആയുർവേദ കോളേജിൽ. ആ സെമിനാറിൽ ആധുനിക വൈദ്യശാസ്ത്രം, ആയുർവേദം, ഹോമിയോപ്പതി 3 വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആശയക്കുഴപ്പമായി. ആയുർവേദ ഡോക്ടറും മോഡേൺ മെഡിസിൻ ഡോക്ടറും തമ്മിൽ ആശയക്കുഴപ്പമായി. അത് ആ സദസ്സിൽ പോലും വല്ലാത്തൊരു അവരുടെ മുഖത്ത് നോക്കുകയായിരുന്നു. അവർ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് വന്നത്. പക്ഷെ ഇവിടെ ഡോക്ടർമാർ ആശയക്കുഴപ്പത്തിലായി. അന്ന് പരിഷത്തിൻ്റെ പ്രതിനിധി ഇവർക്കൊരു മറുപടി കൊടുത്തു. ആ മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർക്ക് മറ്റ് ശാഖകളിലെ ഡോക്ടർമാരോട് അസൂയുണ്ടെന്നോ അവഗണനയുണ്ടെന്നോ, അതുപോലെ മറ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്ക് ആധുനിക വൈദ്യശാസ്ത്ര ഡോക്ടർമാരോട് അസ്വസ്ഥതയുണ്ടെന്നോ, ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യമാണ് വലുത്. ആരോഗ്യം സംരക്ഷിക്കാനാണ് ജനങ്ങൾ ഡോക്ടർമാരെ കാണുന്നത്. അവർക്ക് അസുഖം വരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു, ആശുപത്രികളിൽ പോകുന്നു. അവരുടെ രോഗം മാറണം, ആ ചികിത്സ വളരെ ശാസ്ത്രീയമായിരിക്കണം. അപ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടത് രോഗം മാറിയാൽ മാത്രം പോരാ, ഈ ചികിത്സയുടെ ഫലമായി അവരുടെ ആരോഗ്യം കുറയരുത്, വേറൊരു രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകരുത്. ഇതാണ് ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാ ശാഖകളിലെ ഡോക്ടർമാരും കൂടി ഒരുമിച്ചിരുന്ന് രോഗികളെ നോക്കുകയാണ് വേണ്ടത്. പരിഷത്ത് അത് കൊടുത്ത മറുപടി അതായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയിലൊക്കെ മാറി. ഈ ഡോക്ടർമാർ ഒന്നിച്ചിരുന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് പുറത്തു വരുന്ന പുതിയ അറിവുകൾ അതെങ്ങനെയൊക്കെ രോഗികൾക്ക് കൊടുക്കണം, ആരോഗ്യം സംരക്ഷിക്കാൻ, അവരുടെ പ്രതിരോധശേഷി മെച്ചപ്പെട്ട അവസ്ഥയിലാക്കാൻ, രോഗം വളരെ എളുപ്പം മാറാൻ, വളരെ എളുപ്പം, ഏറ്റവും കുറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ വേഗതയിൽ മാറാൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളാണ് ഇവരൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ഈ സാംസ്കാരിക തനിമ പോലും മങ്ങിപ്പോയിരിക്കുന്നു. വേറൊരു കാര്യം പറഞ്ഞാൽ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ബലമായ സംശയമാണ്, ഈ കേരളത്തിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു സ്ഥലത്ത് ലോകത്തൊരു രാജ്യത്തും ഇത്ര കൂടുതൽ ആശുപത്രികളില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അത്രമാത്രം വലിയൊരു വ്യവസായമായി നമ്മുടെ ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു ഈ പ്രബുദ്ധ കേരളത്തിൽ. അപ്പം ഇത്തരം ഈ ആയുർവേദത്തിനെതിരെ, നാട്ടറിവുകൾക്കെതിരെ, പാരമ്പര്യ ചികിത്സക്കെതിരെ ഇത്രയും ശക്തമായൊരു എതിർപ്പുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നശിപ്പിച്ച അടവ് എന്നൊരു നീക്കം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നമ്മൾ
തിരിച്ചറിയേണ്ടതുണ്ട്. ഗൂഢാലോചനയുണ്ട്. അപ്പം ആ ഗൂഢാലോചനയ്ക്ക് ഇപ്പോൾ ഒരു കാരണം മനസ്സിലാകുന്നത്, ഈ കൊച്ചു കേരളത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ, അവിടുത്തെ കുത്തകകൾ ആരോഗ്യ മേഖലയിൽ പണമിറക്കിയിരിക്കുന്നു. അത് ഈ ചെറിയ പണമൊന്നുമല്ല, 1000 ലക്ഷങ്ങളൊന്നുമല്ല, കോടികൾ മുടക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വ്യവസായം വളരണമെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സ്വാശ്രയ ശേഷി തകർക്കണം. അതാണ് ആവശ്യം. അതാണ് ഇപ്പം നമ്മൾ ആ ഒരു തകർക്കാനുള്ള ഗൂഢ ആലോചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പണ്ട് തൊട്ടേ ഈ സാമ്രാജ്യത്വ ശക്തികൾ, അല്ലെങ്കിൽ സാമ്രാജ്യത്വ കുത്തകകൾ ഇവിടെ ശരിക്കും മുതലാക്കിയിട്ടുണ്ട്, ശരിക്കും ചൂഷണം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ വ്യവസായം, ചികിത്സാ രംഗം. അത് കൂടുതൽ കൂടുതൽ രൂക്ഷമാകുകയാണോ എന്നാണ് സംശയിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റേത് സ്വന്തമായ ഒരു നാട്ടറിവ് പാരമ്പര്യം ഉണ്ടായിരുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പണ്ടത്തെ ആൾക്കാരിങ്ങനെ ആശുപത്രിയിൽ പോയിരുന്നില്ല. എന്തൊക്കെ രോഗം വന്നാലും വീട്ടിൽ അടുക്കളയായിരുന്നു നമ്മുടെ ഔഷധശാല. ഇന്നത് പോയി. ഇന്ന് ഓരോ മഴക്കാലവും പല പേരുകളിലുള്ള പകർച്ചപ്പനികൾ മൂലം മലയാളികൾ വിറയ്ക്കുകയാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് പലപ്പോഴും അന്താളിച്ചതുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം എത്തിയിട്ടുണ്ട്. ഈ പോക്ക് ഒരു നല്ല പ്രവണതയല്ല. അപ്പോൾ ആയുർവേദത്തെ എതിർക്കുന്നവരുടെ ലക്ഷ്യം ആയുർവേദം നശിപ്പിക്കലല്ല, നാട്ടറിവുകൾ ഇല്ലാതാക്കലല്ല, പാരമ്പര്യ ചികിത്സകൾ ഇല്ലാതാക്കലല്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവർക്ക് സ്വന്തമായുള്ള പാരമ്പര്യമായി കൈമാറി വന്ന് ആ സ്വാശ്രയ ശേഷി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ സാമ്രാജ്യ ശക്തികളുടെ ഗൂഢാലോചനയാകാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു പഴയ പരിശുദ്ധകാരൻ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രതികരിക്കുന്ന ഏറ്റവും പുതിയ അറിവുകളൊന്നും നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നില്ല. അങ്ങനെ പ്രയോജനപ്പെടുത്തുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ 10% മരുന്നുകൾ ഉപയോഗിച്ചാൽ മതിയാവും രോഗം മാറാൻ. പ്രമേഹത്തിൻ്റെ 11 കൊല്ലമായി പുതിയ അറിവ് അച്ചടിച്ചിട്ട് നമ്മളിവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഇവിടുത്തെ ആയുർവേദ മേഖലയിലുള്ളവർക്ക് മനസ്സിലാവില്ല. അവിടുത്തെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇപ്പോഴത്തെ സംസ്കാരം പരസ്പരം പാരവെപ്പ്, കുറ്റം പറച്ചിൽ, ചതി, ഗുണ്ടായിസം, കൊട്ടേഷൻ, ഇതൊക്കെയാണ്. കാരണം ഞാനിത് ആയുർവേദക്കാരെ ഇത് അനുഭവിച്ച മനുഷ്യനാണ്. 2001 ആസ്മയ്ക്ക് കാരണം മലർജി എല്ലാം എന്നൊരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത അപരാധം. അതൊരു വലിയ ഗുണ്ടായിസത്തിലേക്ക് എത്തിയത്. അവസരത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ദുരിതം അനുഭവിച്ചു. കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല. ഒരു പത്രാഫീസിൽ പോയിട്ട് ഇവരാരൊക്കെ പറഞ്ഞു, ആരാധന എനിക്കല്ല, പത്രാഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറേ ആയുർവേദ ഡോക്ടർമാർ സുഹൃത്തുക്കൾ വന്നിരുന്നു, നിങ്ങളുടെ ലേഖനം മറ്റടിക്കരുത് എന്ന് പറയാനാണ് അവർ വന്നത്. അപ്പോൾ ആയുർവേദക്കാരുടെ ഒരു സംസ്കാരം ഇതാണ് നിലവിലുള്ളത്. അത് വലിയ അപകടം പിടിച്ചതാണ്. ആയുർവേദത്തിൻ്റെ തകർച്ചയിലേക്ക് അത് എത്തും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ മേഖല എന്ന് പറയുന്നത് തുറന്ന് ചർച്ചകൾ നടക്കേണ്ട ഒരു വേദിയാണ്. പുതിയ അറിവുകൾ പുറത്തു വരുമ്പോൾ പ്രസിദ്ധീകരിക്കും, അതാത് കാലത്ത് തന്നെ ഇവിടെ ചർച്ച ചെയ്യണം. അത് ഏതൊക്കെ രൂപത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കണം. ജീവിതശൈലി രോഗങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ല ജീവിതശൈലിയെക്കുറിച്ച്, നല്ല ആഹാര ക്രമീകരണങ്ങളെക്കുറിച്ച്, വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ച്, പരിസര മലിനീകരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് വാർഡ് തലത്തിൽ, ഓരോ പഞ്ചായത്തിലും വാർഡ് തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം. അത് ഓരോ വൈദ്യശാസ്ത്ര സംഘടനകൾക്ക് ഇത് ഏറ്റെടുക്കാവുന്നതാണ്. പഞ്ചായത്തുകളുമായി സഹകരിച്ച് നല്ലൊരു ആരോഗ്യ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം ആവശ്യമായിരിക്കുന്നു. അതാണ് ഇത് പറയാൻ ഉദ്ദേശിച്ചത്.